പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വിശുദ്ധ ലൂക്കായോടൊത്ത് രക്ഷയുടെ ആനന്ദത്തിന്റെ പുതുയുഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. ഈ രക്ഷയുടെ ആനന്ദത്തിന്റെ പുതുയുഗത്തിലേക്ക് ദൈവം നമ്മെ ക്ഷണിക്കുമ്പോൾ ലൂക്കായുടെ സുവിശേഷം നമുക്ക് പല പ്രധാനപ്പെട്ട സന്ദേശങ്ങളും നൽകുന്നുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തുവിലൂടെ വെളിപ്പെടുന്ന ദൈവമഹത്വം, സമാഗതമായ രക്ഷയുടെയും പരിശുദ്ധാത്മാ അഭിഷേകത്തിന്റെയും നവയുഗം, ദൈവഭരണം എന്നിവയെ വൈവിധ്യമാർന്ന വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് സുവിശേഷങ്ങളിൽ. സഭയുടെ ആദ്യ നൂറ്റാണ്ടുകളിൽ യേശുവിലൂടെ കൈവന്ന രക്ഷയുടെ സന്ദേശത്തെയാണ് സുവിശേഷം എന്ന് വിളിച്ചിരുന്നത്. ആദിമസഭയിൽ സുവിശേഷങ്ങൾ എന്ന ബഹുവചന രൂപം ഉപയോഗിച്ചിരുന്നില്ല. ഒരു സുവിശേഷമേ അന്നുണ്ടായിരുന്നുള്ളൂ, യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ദൈവം മനുഷ്യനായി മനുഷ്യനെ രക്ഷിച്ച സംഭവവും മിശിഹായിലൂടെ സംജാതമായ ദൈവരാജ്യവുമാണ് സുവിശേഷത്തിന്റെ ഉള്ളടക്കം. രക്ഷയുടെ സന്ദേശം സകല ജനത്തെയും അറിയിക്കുക എന്നതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. സുവിശേഷത്തിന്റെ സാർവത്രിക സ്വഭാവം അത് സകല മനുഷ്യരോടും പ്രഘോഷിക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. സുവിശേഷത്തെക്കുറിച്ചുള്ള അറിവ് ദൈവം എന്റെ സ്വന്തം ജീവിതത്തിലും ഞാൻ ജീവിക്കുന്ന സാഹചര്യത്തിലും ചരിത്രത്തിലുമെല്ലാം ഇടപെട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന ബോധ്യത്തിലേക്ക് നമ്മെ നയിക്കും. സുവിശേഷം എന്നും നൂതനമാണ്. കാരണം അത് എന്നും ദൈവത്തിന്റെ നൂതനമായ പ്രവർത്തനത്തിന്റെ ഭാഗമായി തീരുന്നു. ദൈവം വെളിപ്പെടുത്തിയ ദൈവിക യാഥാർത്ഥ്യങ്ങളും അവയുടെ പ്രഖ്യാപനവും പ്രഘോഷണവും അത്രേ സുവിശേഷം. അല്ലാതെ അവിടുന്ന് പഠിപ്പിച്ച ചില സത്യങ്ങളെ കുറിച്ചുള്ള പ്രസ്താവനകളല്ല. സുവിശേഷം എന്നത് ഒരേ സമയം മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ദൈവിക പ്രവൃത്തിയും രക്ഷയുടെ ദിവ്യ സന്ദേശവുമാണ്. സുവിശേഷം ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അതിന്റെ ഉള്ളടക്കം. സുവിശേഷത്തിന്റെ ലക്ഷ്യം രക്ഷയുടെ സന്ദേശം ഏവരെയും അറിയിക്കുകയും മനുഷ്യ രക്ഷയ്ക്കു വേണ്ടിയുള്ള ദൈവിക പ്രവൃത്തികളോട് സ്വതന്ത്ര മനസ്സോടെ പ്രത്യുത്തരിക്കുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയും സുവിശേഷ ചൈതന്യത്താൽ മനുഷ്യ കുലത്തെയും ലോകത്തെ മുഴുവനും ഉള്ളിൽ നിന്ന് രൂപാന്തരീകരിക്കുകയുമാണ്. യേശു അറിയിച്ച സുവിശേഷം ദൈവരാജ്യത്തിന്റെ അഥവാ ദൈവത്തിന്റെ ഭരണം സമാഗതമായതിന്റെ സുവിശേഷമാണ്. ദൈവഭരണം ഈ ഭൂമിയിൽ സംജാതമായത് യേശുവിലൂടെയാണ്. സൃഷ്ടി മുതൽ പുനഃസൃഷ്ടി വരെയുള്ള ദൈവത്തിന്റെ രക്ഷണീയ വ്യാപാരങ്ങളെല്ലാം ദൈവം തന്റെ ഏകജാതനിലൂടെയാണ് നിറവേറ്റിയത്. ദൈവപുത്രന്റെ മനുഷ്യാവതാരം, പരസ്യ ജീവിതം, അവിടുത്തെ പ്രസംഗങ്ങളും പ്രബോധനങ്ങളും, കുരിശുമരണം, ഉത്ഥാനം ഇവയെല്ലാം യേശുവിന്റെ സുവിശേഷ പ്രഖ്യാപനങ്ങളും പ്രഘോഷണങ്ങളുമായിരുന്നു. ഇവയെല്ലാം യേശുവിനെ അതുല്യ സുവിശേഷകനും സുവിശേഷ പ്രഘോഷകനുമാക്കി തീർത്തു. യഥാർത്ഥ രക്ഷകനും രക്ഷയുടെ അതുല്യ സുവിശേഷവും തനിമയാർന്ന സുവിശേഷ പ്രഘോഷകനും നമ്മുടെ കർത്താവായ യേശുമിശിഹ തന്നെയാണ്. അവിടുത്തെ സ്വജീവിതത്തിലൂടെയാണ് അവിടുന്ന് ഈ ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഖ്യാപിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്തത്. സുവിശേഷ പ്രഘോഷകനും സുവിശേഷ വിഷയവും യേശുവിൽ ഒന്നായിത്തീരുന്നു. ഇന്ന് നാം സുവിശേഷം ശ്രവിക്കുകയും പഠിപ്പിക്കുകയും ധ്യാനിക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മിലും ഇത് സംഭവിക്കണം. അതായത് നാം തന്നെ സുവിശേഷവും സുവിശേഷ പ്രഘോഷകരുമായി ഭവിക്കണം. നാം പ്രഘോഷിക്കുന്നതും നമ്മുടെ ജീവിതവും ഒന്നായി മാറണം. എങ്കിൽ മാത്രമേ യേശുവിന് യഥാർത്ഥ സാക്ഷ്യം നൽകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പുതിയ നിയമത്തിൽ സുവിശേഷം എന്ന പദം രക്ഷയുടെ സന്ദേശം അറിയിക്കുക എന്ന പ്രവൃത്തിയെ സൂചിപ്പിക്കാൻ ക്രിയയായും, അതായത് വെർബ്, ആ പ്രഘോഷണത്തിന്റെ ഉള്ളടക്കമായ യേശുവിനെ സൂചിപ്പിക്കാൻ നാമമായും ഉപയോഗിച്ചിട്ടുണ്ട്. സുവിശേഷം എന്ന പദം നാമരൂപത്തിൽ ഉപയോഗിക്കുമ്പോൾ അത് സുവിശേഷത്തിന്റെ ഉള്ളടക്കമായ യേശുവിന് ഊന്നൽ കൊടുക്കുന്നു. എന്നാൽ അതിന്റെ ക്രിയാരൂപം വരുമ്പോൾ സുവിശേഷവൽക്കരണത്തിന് ഊന്നൽ കൊടുക്കുന്നു. യേശു തന്നെയാണ് യഥാർത്ഥ സുവിശേഷവും സുവിശേഷ പ്രഘോഷകനും. സുവിശേഷം എന്ന നാമരൂപം സുവിശേഷത്തിന്റെ ശക്തിയെയും അതിന്റെ ക്രിയാരൂപം സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലും പൗലോസിന്റെ ലേഖനത്തിനും നാമരൂപമാണ് പ്രധാനമായും ഉപയോഗിച്ചിട്ടുള്ളത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലും അപ്പസ്തോല പ്രവർത്തനങ്ങളിലും ക്രിയാരൂപമാണ് കൂടുതൽ ഉപയോഗിച്ച് കാണുന്നത്. വിശുദ്ധ പൗലോസ് നാമരൂപം കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ക്രിയാരൂപവും ലൂക്കോസ് ഉപയോഗിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. വിശുദ്ധ മർക്കോസും വിശുദ്ധ പൗലോസും
പത്രോസും സുവിശേഷത്തിന്റെ ശക്തിക്ക് ഊന്നൽ കൊടുക്കുമ്പോൾ ലൂക്കായും പൗലോസും അതിന്റെ പ്രചരണത്തിന് പ്രാധാന്യം നൽകുന്നു. ദൈവം നമ്മുടെ ചരിത്രത്തിലും വ്യക്തി ജീവിതങ്ങളിലും ഇടപെട്ട് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും നമ്മിൽ നിന്നുള്ള പ്രത്യുത്തരം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഈ ബോധ്യം നമ്മെ കൂടുതൽ കർമ്മോന്മുഖരും ദൈവസ്നേഹവും വിശ്വാസ തീഷ്ണതയുമുള്ളവരാക്കുമെന്നതിൽ സംശയമില്ല. ഈ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തിന്റെ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അവിടുന്ന് നമ്മുടെ അനുദിന ജീവിതത്തിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെടേണ്ടത് നമ്മുടെ അനുദിന ജീവിതത്തിലൂടെയാണ്. അങ്ങനെ ദൈവത്തിന്റെ രക്ഷാകര പ്രവൃത്തിയിൽ ഉൾച്ചേർന്നുള്ള നമ്മുടെ ജീവിത അനുഭവം രക്ഷാകര പ്രവർത്തനങ്ങളുടെ സംഭവങ്ങളായി മാറും. ഈ ദൈവത്തിന്റെ രക്ഷാകര ഇടപെടലുകള് പലപ്പോഴും മാനുഷികമായ പരാജയങ്ങളിലൂടെ ദൈവികമായ വിജയം വരിക്കുന്ന ഒന്നാണ്. ദൈവത്തിന്റെ രക്ഷാകര പ്രവർത്തനങ്ങള് വിജയം വരിക്കുന്നതിൽ മനുഷ്യന്റെ പരാജയത്തിന്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഈ അവബോധവും പ്രതീക്ഷയും രക്ഷാകര പാതയിലൂടെ മുന്നേറുന്നതിന് മനുഷ്യന് കൂടുതൽ പ്രചോദനവും പ്രത്യാശയും നൽകും. ഇന്ന് നമുക്കും നമ്മുടെ സമകാലികർക്കും ഈ അവബോധമുണ്ടാകണം. ദൈവം എനിക്ക് വേണ്ടി, എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിനോട് സഹകരിക്കുവാൻ എന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു എന്ന അറിവ് നമ്മിൽ യഥാർത്ഥ ദൈവസ്നേഹം ജനിപ്പിക്കുകയും അവിടത്തോട് സർവാത്മന പ്രത്യുത്തരം നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യും. ഈ ഒരു അവബോധവും യഥാർത്ഥമായ ദൈവസ്നേഹവും നമുക്കുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം. സുവിശേഷം അഥവാ ദൈവവചനം മനുഷ്യന്റെ നന്മയ്ക്കു വേണ്ടിയുള്ള ദൈവിക ഇടപെടലും രക്ഷാകരമായ ദൈവിക പ്രവൃത്തിയുമാകയാൽ സുവിശേഷം ശ്രവിക്കുന്നതിൽ ദൈവോന്മുഖമായ വളർച്ചയും രൂപാന്തരീകരണവും നമ്മിൽ സംഭവിക്കണം. ഈ വളർച്ച നമ്മിൽ സംഭവിക്കുന്നുണ്ടോ എന്നും നമ്മൾ ചോദന ചെയ്യണം. സമാന്തര സുവിശേഷങ്ങളെ കുറിച്ച് 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് പോവുകയാണ്. സുവിശേഷങ്ങൾ പലരും എഴുതിയിട്ടുണ്ടെങ്കിലും 4 സുവിശേഷങ്ങളെ മാത്രമേ കാനോനിക അംഗീകാരം നൽകി സഭ അംഗീകരിച്ചിട്ടുള്ളൂ. മർക്കോസ്, മത്തായി, ലൂക്ക, യോഹന്നാൻ എന്നിവരുടെ സുവിശേഷങ്ങൾ. 4 സുവിശേഷങ്ങളും ഒരേ ഒരു സുവിശേഷത്തിന്റെ 4 പതിപ്പുകൾ അഥവാ ആഖ്യാനങ്ങൾ ആണ്. രക്ഷയുടെ ദിവ്യ സന്ദേശം ഗ്രന്ഥകാരന്മാരുടെ വൈവിധ്യമാർന്ന അനുഭവങ്ങളുടെയും ദൈവശാസ്ത്ര വീക്ഷണങ്ങളുടെയും വെളിച്ചത്തിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടെ ദൈവനിവേശിതമായി വിരചിതമായതാണ് സുവിശേഷങ്ങൾ. ഇതിൽ ആദ്യത്തെ 3 സുവിശേഷങ്ങളും തമ്മിൽ വളരെ സാമ്യമുള്ളതിനാൽ അവയെ സമാന്തര സുവിശേഷങ്ങൾ എന്നറിയപ്പെടുന്നു. യേശുവിന്റെ ജനനത്തെക്കുറിച്ചുള്ള വിവരണം ഒഴിച്ചാൽ ബാക്കി യേശുവിന്റെ ജീവിതത്തെയും പ്രവർത്തനങ്ങളെയും അവതരിപ്പിക്കുന്നതിൽ സമാന്തര സുവിശേഷങ്ങൾക്ക് ഒരേ ഘടനയാണുള്ളത്. ലൂക്കായുടെ സുവിശേഷത്തിലെ പ്രധാന പ്രമേയം യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ നവയുഗം. രണ്ടാമതായി രക്ഷയുടെ ആനന്ദം. മൂന്നാമതായിട്ട് രക്ഷയുടെ ആനന്ദം പങ്കുവയ്ക്കാനുള്ള തിടുക്കം. ഈ 3 പ്രധാനപ്പെട്ട പ്രമേയങ്ങളാണ് ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഉള്ളടക്കം. നമ്മൾ മാത്യുവിന്റെ സുവിശേഷത്തിൽ കണ്ടു ദൈവരാജ്യവും ദൈവനീതിയുമാണ് പ്രധാന പ്രമേയങ്ങൾ. അതോടൊപ്പം ക്രിസ്തു രഹസ്യം, രക്ഷാകര ചരിത്രത്തെ കുറിച്ചുള്ള വ്യക്തമായ അവബോധം, ഇതൊക്കെ മാത്യുവിന്റെ സുവിശേഷം നമുക്ക് നൽകി. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിൽ ക്രിസ്തു രഹസ്യത്തിലേക്കും ശിഷ്യത്വത്തിലേക്കും പടിപടിയായി വളരാനുള്ള മാർഗം നമുക്ക് കാണിച്ചു തന്നു. വിശുദ്ധ ലൂക്ക യേശുവിലൂടെ സംജാതമായ രക്ഷയുടെ നവയുഗത്തിലേക്ക് നമ്മെ ക്ഷണിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ആ വചനഭാഗം ഒന്ന് ശ്രവിക്കാം. നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളെ കുറിച്ച് വിവരണം എഴുതാൻ അനേകർ പരിശ്രമിച്ചിട്ടുണ്ട്. അതാകട്ടെ ആദ്യം മുതൽ തന്നെ വചനത്തിന്റെ ദൃക്സാക്ഷികളും ശുശ്രൂഷകരുമായിരുന്നവർ വഴിയാണ് എഴുതപ്പെട്ടത്. അല്ലയോ ശ്രേഷ്ഠനായ തെയോഫിലസ്, എല്ലാ കാര്യങ്ങളും പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി നിനക്കെഴുതുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നി. അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെ കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. പ്രിയമുള്ളവരെ, ലൂക്ക സുവിശേഷകൻ യേശുവിനെ നേരിട്ട് കണ്ടിട്ടുള്ളവനല്ല. യേശുവിന്റെ കൂടുണ്ടായിരുന്ന അപ്പത്തോലന്മാരിൽ ഒരാളല്ല. പൗലോസിനോടൊപ്പം പ്രേഷിത യാത്രയിൽ ഉണ്ടായിരുന്നു. ലൂക്ക ഒരു വൈദ്യനാണെന്നാണ് പറയുന്നത്.
പൗലോസിന്റെ പ്രേക്ഷിത യാത്രകളിലൊക്കെ ലൂക്ക കൂടുണ്ടായിരുന്നു. അനേകം ദൃക്സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകരുമായിരുന്നവർ വഴി എഴുതിയ കാര്യങ്ങളെ പ്രാരംഭം മുതൽക്കേ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം എല്ലാം ക്രമമായി എഴുതുകയാണ്. എന്തിനാണ്? അത് നിന്നെ പഠിപ്പിച്ചിട്ടുള്ള വചനങ്ങളുടെ വിശ്വസ്തതയെ കുറിച്ച് നിനക്ക് ബോധ്യം വരാനാണ്. ഇത് തെയോഫിലസ് എന്ന പേരായ ഒരു വ്യക്തിക്ക് വേണ്ടി എഴുതിയതാണോ? ഒരു വ്യക്തിക്ക് വേണ്ടിയല്ല. പിന്നെയോ ദൈവസ്നേഹികളായ ഏവർക്കും വേണ്ടിയാണ് ലൂക്ക എഴുതുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവസ്നേഹികളായ വ്യക്തികൾക്ക് ചരിത്രത്തിൽ നമ്മുടെ ഇടയിൽ നിറവേറിയ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം കൊടുക്കാൻ തക്ക വിധം എല്ലാം ക്രമമായി എഴുതുന്നു. നേരിട്ട് കണ്ടവരൊക്കെ എഴുതിയതെല്ലാം ഉണ്ടായിട്ടും എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് നിരന്തരം ധ്യാനിച്ചിട്ട് ദൈവസ്നേഹികളിൽ കൂടുതൽ ബോധ്യം ജനിപ്പിക്കാൻ വേണ്ടി എല്ലാം ക്രമമായി എഴുതുന്നു. ലൂക്ക 1:5 മുതൽ 25 വരെയുള്ള ഭാഗങ്ങൾ. സ്നാപക യോഹന്നാന്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഈ തിരുവചനത്തിന്റെ ഉള്ളടക്കം. മാലാഖ സക്കറിയായെ അറിയിച്ചത് ഇപ്രകാരമാണ്: സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു. നിന്റെ ഭാര്യ എലിസബത്തിൽ നിനക്കൊരു പുത്രൻ ജനിക്കും. നീ അവന് യോഹന്നാൻ എന്ന് പേരിടണം. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും. അനേകർ അവന്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇസ്രായേൽ മക്കളിൽ വളരെ പേരെ അവരുടെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും. പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിനു വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുമ്പേ പോകും. സക്കറിയായും എലിസബത്തും ദൈവത്തിന്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിന്റെ കൽപ്പനകളും ചട്ടങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എന്നാൽ അവർക്ക് സന്താന സൗഭാഗ്യം ലഭിക്കാത്തതിനാൽ മനുഷ്യരുടെ ഇടയിൽ അവർ ശപിക്കപ്പെട്ടവരായി കരുതപ്പെട്ടിരുന്നു. ഇരുവരും പ്രായം കവിഞ്ഞവരും. എലിസബത്ത് വന്ധ്യയുമായതിനാൽ ഇനി അവർക്ക് സന്താനങ്ങൾ ലഭിക്കുമെന്ന് പ്രത്യാശിക്കാനും പറ്റില്ല, അസാധ്യമാണല്ലോ. എങ്കിലും അവർ പ്രാർത്ഥിച്ചു കാത്തിരുന്നു എന്നാണ് നമ്മൾ സുവിശേഷത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം സക്കറിയ, ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു എന്ന ആമുഖത്തോടെയാണല്ലോ ദൈവദൂതൻ സദ്വാർത്ത അറിയിച്ചത്. അപ്പോൾ ഒരു കുഞ്ഞിനു വേണ്ടി സക്കറിയായും എലിസബത്തും പ്രാർത്ഥിച്ചു കാത്തിരുന്നു കാണും. മാനുഷികമായ സാധ്യതകളെല്ലാം യഥാർത്ഥത്തിൽ അസ്തമിച്ചപ്പോൾ ദൈവം ഇടപെട്ട ഒരു പുത്രനെ നൽകിക്കൊണ്ട് ദൈവം അവരുടെ തീരാ ദുഃഖത്തിന് വിരാമമിട്ടു. നീതിമാന്മാരായി ദൈവ തിരുമുൻപിൽ ജീവിക്കുന്നവർക്ക് തങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സഹനങ്ങളെല്ലാം വലിയ അനുഗ്രഹത്തിന്റെ മാർഗമാക്കി ദൈവം മാറ്റി തീർക്കുമെന്നും ദൈവം തന്റെ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും അനുഗ്രഹം നിരസിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും സഹനങ്ങൾ, ക്ലേശങ്ങൾ നൽകിയാൽ അത് ഉപരി നന്മയ്ക്കായുള്ള മാറ്റിവെക്കൽ മാത്രമാണെന്നും സക്കറിയ എലിസബത്ത് ദമ്പതികളുടെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ഇതേ അനുഭവം തന്നെയാണ് പൂർവ്വപിതാവായ അബ്രഹാമിന്റെയും സാറായിയുടെയും അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും, അനേകർ അവത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമെന്ന തിരുവചനം ലൂക്കായുടെ സുവിശേഷത്തിന്റെ ഒരു പ്രധാന പ്രമേയമായ ക്രിസ്തുവിലൂടെ സംജാതമായ രക്ഷയുടെ ആനന്ദത്തെയും പരിശുദ്ധാത്മാവിന്റെ നവയുഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറയും എന്ന ദൂതന്റെ വാക്കുകൾ മറിയം എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ നിറവേറി. എലിസബത്തും ഉദരത്തിലായിരുന്ന ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. മാലാഖ എല്ലാം വ്യക്തമായി വിവരിച്ചു പറഞ്ഞിട്ടും സക്കറിയ ഒരു പുരോഹിതനായിരുന്നിട്ട് കൂടെ സംശയത്തോടെ ദൂതനോട് ചോദിച്ചു, ഞാൻ ഇതെങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എന്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. ദൂതൻ മറുപടി പറഞ്ഞു, യഥാകാലം പൂർത്തിയാകേണ്ട എന്റെ വചനം നീ അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായിത്തീരും. ഇവ സംഭവിക്കുന്നതുവരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. നാം മനസ്സിലാക്കാനും വിശ്വസിക്കാനും കടപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ അവിശ്വസിക്കേണ്ടി വന്നാൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് സക്കറിയായുടെ ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ലൂക്കായുടെ സുവിശേഷത്തില് 1:5 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് തന്ന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുമ്പോൾ 3-4 ചിന്തകൾ പ്രത്യേകം എടുത്തു പറയട്ടെ. 1. മാനുഷികമായ സാധ്യതകളെല്ലാം അസ്തമിക്കുമ്പോൾ ദൈവം ഇടപെടും. 2.
ജീവിതത്തിൽ നിരാശരാകാതെ കർത്താവ് കടാക്ഷിക്കുന്ന രക്ഷയുടെ നിമിഷത്തിനായി പ്രാർത്ഥിച്ച് കാത്തിരിക്കുക. ഇപ്രകാരം പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധനയും ചെയ്യുക. 3, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മ ദൈവം നിരസിക്കുകയോ ക്ലേശങ്ങൾ നൽകുകയോ ചെയ്താൽ അതുപരി നന്മയ്ക്കായുള്ള ഒരു മാറ്റിവെക്കൽ മാത്രമായിരിക്കും. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നവർ ലജ്ജിക്കേണ്ടി വരില്ല. അവര് ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. അവർ അനുഗ്രഹീതരാകും, ഒരു സംശയവുമില്ല. 4, ദൈവപുത്രന്റെ ആഗമനത്തിന് വഴിയൊരുക്കാൻ വന്ന സ്നാപക യോഹന്നാനെ പോലെ കർത്താവിന്റെ പുനരാഗമനത്തിന് വഴിയൊരുക്കാനുള്ള സ്വന്തം വിളിയെക്കുറിച്ച് ധ്യാനിക്കുക. അത് നിറവേറ്റാനായി പരിശ്രമിക്കുക. ലൂക്കായുടെ സുവിശേഷം 1:26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ജനനത്തെക്കുറിച്ച് ദൈവമാതാവിനോടുള്ള അറിയിപ്പാണ് ഈ തിരുവചന ഭാഗത്തിന്റെ ഉള്ളടക്കം. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവദൂതൻ മറിയത്തിന്റെ അടുത്ത് വന്നത്. ദൈവകൃപയാണ് മറിയത്തെ ധന്യയും ഭാഗ്യവതിയുമാക്കി തീർത്തത്. ദൈവകൃപ നിറഞ്ഞവളെ എന്ന അഭിസംബോധന എന്താണ് അർത്ഥമാക്കുന്നത്? മറിയം ദൈവകൃപ നിറഞ്ഞവളാണ്, നീ ദൈവ സാന്നിധ്യത്തിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നും. എന്താണ് ഇതിന്റെ അർത്ഥം? ദൈവകൃപയെക്കുറിച്ച് നാം നേരത്തെ ധ്യാന പഠന വിഷയമാക്കിയതിന്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ പരിശുദ്ധ മറിയത്തിൽ ദൈവ ചൈതന്യവും ദൈവത്തിന്റെ സജീവമായ സ്നേഹ സാന്നിധ്യവും സ്നേഹബന്ധവും ദൈവപിതാവിന്റെ പ്രീതിയും സ്നേഹവാത്സല്യങ്ങളും എല്ലാം നിറഞ്ഞു നിന്നിരുന്നു. രക്ഷയുടെ വൈവിധ്യമാർന്ന അനുഭവത്തിന്റെ നിറവിലായിരുന്നു മറിയം. പൂർവ്വ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്തത് മുതലുള്ള രക്ഷാകരമായ വാഗ്ദാനങ്ങളെ മുഴുവനും നമ്മൾ പരിശുദ്ധ അമ്മയുടെ സ്തോത്ര ഗീതം ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ അമ്മയുടെ ആ രക്ഷയുടെ അനുഭവം, വൈവിധ്യമാർന്ന അനുഭവം അതിൽ വളരെ വ്യക്തമാണ്. അതുപോലെ യേശുവിലൂടെ നൽകപ്പെട്ട അറിവിന്റെ വെളിച്ചം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഠമായി ധ്യാനിക്കുവാൻ തക്കവിധം ധ്യാന ചൈതന്യം നിറഞ്ഞവളായിരുന്നു അമ്മ. കൃപാപൂർണനായ യേശു ക്രിസ്തുവിനെ ഉദരത്തിൽ വഹിച്ച മറിയം, അഥവാ വചനം അവളെ സന്ദർശിച്ചപ്പോൾ ഈ കൃപ അവളിൽ നിറഞ്ഞു. മാത്രമല്ല, വചനം സ്വീകരിക്കുന്നവരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് കൃപയാൽ നിറയ്ക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്നല്ലേ മാലാഖ പറഞ്ഞത്? അത് ദൈവകൃപയുടെ അനുഭവം. വീണ്ടും ദൈവിക ശക്തിയും ചൈതന്യവും ദൈവം തൻ്റെ ഭക്തരുടെ മേൽ വർഷിക്കുന്ന എണ്ണമറ്റ ദാനങ്ങളും അഗതികളോടും ദരിദ്രരോടും അനാഥരോടുമെല്ലാം ദൈവം കാട്ടുന്ന പ്രത്യേക കരുതലും സ്നേഹ സംരക്ഷണവും ദൈവ പരിപാലനയും എല്ലാം മറിയത്തിൽ ദൈവം നിറച്ചു. അങ്ങനെയാണ് മറിയം ദൈവകൃപ നിറഞ്ഞവളായത്. മാത്രമല്ല, തൻ്റെ വിശ്വാസ സമർപ്പണം വഴി, അഥവാ ദൈവദൂതന്റെ മുന്നിൽ സ്വയം സമർപ്പിക്കുക വഴി, വചനത്തിനു മുമ്പിൽ സ്വയം സമർപ്പിക്കുക വഴി അവൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളുമായി തീർന്നു. ദൈവം കൃപ നിറച്ചു, അവൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവളായി തീർന്നു. ദൈവദൂതന്റെ അഭിസംബോധനയുടെ അർത്ഥം മനസ്സിലാക്കാതെ മറിയം വളരെ അസ്വസ്ഥയായി. ദൈവദൂതൻ സന്ദർശിച്ചവരെല്ലാം അവിടുത്തെ സാന്നിധ്യത്തിൽ അസ്വസ്ഥരാകുന്നു. അത് വിശുദ്ധ ഗ്രന്ഥം സാക്ഷിക്കുന്ന ഒരു സത്യമാണ്. മഹോന്നതനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ബലഹീന മനുഷ്യന് സംഭ്രമിക്കാതിരിക്കാനാവില്ലെന്നത് അത് വ്യക്തമാക്കുന്നു. മാലാഖ തുടർന്നു, മറിയമേ, നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഈ വാക്യങ്ങൾ മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ശിശു ആരായിരിക്കുമെന്ന് വ്യക്തമാക്കുന്നു. അവൻ ദാവീദിന്റെ ഗോത്രജനായിരിക്കും. ദാവീദിനോട് ദൈവം ചെയ്ത വാഗ്ദാനം, അതായത് 1 ദിനവൃത്താന്തം 17:11 മുതലുള്ള വാക്യങ്ങളും 2 സാമുവേൽ 7:12 മുതലുള്ള വാക്യങ്ങളും ശ്രദ്ധിക്കുക. ദാവീദിനോട് ചെയ്ത വാഗ്ദാനം യേശുവിൽ പൂർത്തിയാക്കപ്പെടും. യേശു എന്ന പേര് പറഞ്ഞില്ലെങ്കിലും മറിയത്തിൽ ജനിക്കാനിരിക്കുന്ന ഈ ശിശുവിൽ പൂർത്തിയാക്കപ്പെടുമെന്ന് പറയുകയാണ്. അതുവഴി ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിലൂടെ അടിസ്ഥാനമിടുകയും സീനായ് ഉടമ്പടിയിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്ത ഉടമ്പടി നവീകരിച്ചുകൊണ്ട്
ദാവീദിനോട് ശാശ്വതമായ ഒരു ഉടമ്പടി ചെയ്തു. എൻ്റെ ജനമായ ഇസ്രായേലിന് ഞാനൊരു സ്ഥലം നിശ്ചയിക്കും, സ്വന്തം സ്ഥലത്ത് അവർ സ്വൈരമായി വാസമുറപ്പിക്കും. നിന്റെ ശത്രുക്കളെ ഞാൻ കീഴ്പ്പെടുത്തും, കൂടാതെ ഞാൻ നിനക്കൊരു ഭവനം പണിയും. നീ ആയുസ് പൂർത്തിയാക്കി പിതാക്കന്മാരോട് ചേരുമ്പോൾ നിന്റെ പിൻഗാമിയായി നിന്റെ മക്കളിലൊരുവനെ ഞാൻ ഉയർത്തും. അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. അവൻ്റെ സിംഹാസനം ഞാൻ എന്നേക്കും നിലനിർത്തും. ഇവിടെ ഞാൻ നിനക്കൊരാലയം പണിയും, നിന്റെ മക്കളിലൊരുവനെ ഞാൻ ഉയർത്തും. അവൻ്റെ രാജ്യം സുസ്ഥിരമാക്കും. അവൻ എനിക്ക് ആലയം പണിയും. എന്താണ് ഇതിൻ്റെ അർത്ഥം? ദാവീദിന്റെ പുത്രനായ സോളമനെ കുറിച്ചാണോ ഈ പറയുന്നത്? സോളമൻ പണിത ദേവാലയവും അവന്റെ സിംഹാസനവുമാണോ ഈ എന്നും നിലനിൽക്കുന്നത്? പെട്ടെന്നുള്ള സാഹചര്യത്തിന്റെ തെളിവിൽ നിന്ന് നോക്കുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നും. എന്നാൽ യഥാർത്ഥമായ അർത്ഥം ഇതല്ല. കാരണം ദാവീദിന്റെ പുത്രൻ സോളമൻ പണിത ആലയത്തിൽ സകല ജനത്തെയും ഒരുമിച്ച് ചേർത്ത് കർത്താവിനെ ആരാധിക്കുവാൻ സാധിച്ചില്ല. മാത്രമല്ല, അവന്റെ രാജ്യം സുസ്ഥിരമായിരുന്നില്ല. സോളമന് ശേഷം രാജ്യം വിഭജിക്കപ്പെട്ടു, ജനത്തെ പ്രവാസികളായി ചിതറിക്കപ്പെടുകയും ചെയ്തു. ദേവാലയവും തകർക്കപ്പെട്ടു. മറ്റൊരു കാര്യം, നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തുമെന്നതിന് സാമുവേലിന്റെ പുസ്തകത്തിലും ദിനവൃത്താന്തത്തിലും ഉപയോഗിച്ചിരിക്കുന്ന പദത്തിന്റെ അർത്ഥം ദാവീദിന്റെ ഗോത്രത്തിൽ ഭാവിയിൽ എന്നോ വന്ന് ജനിക്കാനിരിക്കുന്ന പുത്രൻ, ഔരസപുത്രൻ എന്ന അർത്ഥവുമാകാം. മാത്രമല്ല, മാത്യു 1:1 പറയുന്ന അനുസരിച്ച് അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശുക്രിസ്തു. അപ്പോൾ ഇത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് വ്യക്തം. അങ്ങനെയാണെങ്കിൽ ഈ മംഗളവാർത്ത ആദി മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദാനം, പ്രഥമ സദ്വാർത്ത, ഉൽപ്പത്തി പുസ്തകം 3:15, സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുമെന്ന ആ വാഗ്ദാനം, തുടർന്ന് അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനം, അബ്രഹാമിന് കർത്താവ് നൽകിയ 3 വാഗ്ദാനങ്ങള്, ഒരു ദേശം, ഒരു ജനത, സകല ജനത്തിനും അനുഗ്രഹം. ഈ 3 വാഗ്ദാനങ്ങളും അബ്രഹാമിൽ നിറവേറപ്പെടുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഒരു രാജ്യമെന്ന് പറയുന്നത് കാനാൻ ദേശമാണോ ഉദ്ദേശിച്ചത്? അല്ല, അത് സ്ഥിരമായി നിലനിന്നില്ല. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതുപോലെ ഒരു ജനത, ഉടമ്പടി ജനത, വിശ്വാസികളുടെ സമൂഹം, സഭയിലൂടെ രൂപീകൃതമാകാൻ പോകുന്ന സമൂഹത്തെ കുറിച്ചാണ് അത് ഉദ്ദേശിക്കുന്നത്. യേശുവിന്റെ ശരീരമാകുന്ന സഭാ ഗാത്രത്തിലൂടെ പണിയപ്പെടാൻ പോകുന്ന ആ സമൂഹത്തെ കുറിച്ച്. അതുപോലെ സകലർക്കും അനുഗ്രഹം എന്നത് സാർവത്രിക രക്ഷയെക്കുറിച്ചുള്ള അനുഗ്രഹമാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 3 വാഗ്ദാനങ്ങളും, സകലർക്കും അനുഗ്രഹം, ഒരു ദേശം, ഒരു ജനത, അത് പൂർത്തിയാക്കപ്പെടുന്നത് യേശുവിലാണ്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തില് ദൈവം ആവർത്തിച്ച് പറഞ്ഞ വാഗ്ദാനം, നിനക്ക് ഞാൻ സാറായിൽ നിന്ന് ഒരു പുത്രനെ നൽകും. ആ ഒരു പുത്രൻ എന്ന് പറയുന്നത് യേശുവിലേക്കാണ് വിരൽ ചൂണ്ടുന്ന യേശുവാണ്, അല്ലാതെ ഇസഹാക്കല്ല. ഇവിടെ ഞാൻ സോളമനല്ല ദാവീദിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുപോലെ അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയിൽ അത് ഇസഹാക്കിനെ കുറിച്ചാണ് പറയുന്നതെന്ന് തോന്നിയേക്കാം. പക്ഷെ ഇസഹാക്കിൽ ഞങ്ങൾ വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കപ്പെട്ടില്ല. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ മനോഹരമായി ഒറ്റ വാചകത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നു. അബ്രഹാത്തിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രൻ യേശു ക്രിസ്തുവിന്റെ വംശാവലിയും. മനുഷ്യ ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ ദൈവം ചെയ്ത വാഗ്ദാനങ്ങളെല്ലാം ഇതാ ഈ കന്യകയിലൂടെ നിറവേറാൻ ദൈവം തിരുമനസ്സായി. ദൈവത്തിന്റെ പദ്ധതിയോട് സഹകരിക്കാൻ മറിയത്തെ വിളിക്കുകയാണ്. ദാവീദിന്റെ മക്കളിൽ ഒരുവനെ ഉയർത്തുമെന്നും അവൻ ആലയം പണിയുമെന്നും പറഞ്ഞല്ലോ. ആ ആലയത്തെ കുറിച്ച് ഞാൻ വിശദീകരിച്ചില്ലായിരുന്നു. അപ്പൊ ദാവീദിനോട് ചെയ്ത ഉടമ്പടിയിൽ നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തുമെന്ന് പറഞ്ഞത് യേശുവാണെന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഈ ആലയം? ഇവിടെ 2 ആലയങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ നിനക്കൊരാലയം പണിയും. 2, നിന്റെ മക്കളിൽ ഒരുവൻ എനിക്കാലയം പണിയും. ഇവിടെ ഈ തിരുവചന ഭാഗത്ത് പറയുന്ന ദൈവം ദാവീദിനായി പണിയുന്ന ആലയം യേശുവാണ്. ഇവിടെ ഹീബ്രു ഭാഷയിൽ ഉപയോഗിച്ചേക്കുന്ന പദം മനുഷ്യനിർമ്മിതമായ കെട്ടിടങ്ങൾക്ക് ഉപയോഗിക്കുന്ന പദമല്ല. ഇസ്രായേൽ ജനത്തിന് അവർ എത്തിച്ചേർന്ന രാജ്യങ്ങളിലൊക്കെ കർത്താവ് തന്നെ ദേവാലയമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. എസെക്കിയേൽ 11:16. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2
19 നമ്മൾ ഇത് കാണുന്നതാണല്ലോ. നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, ഞാൻ 3 ദിവസത്തിനകം ഇത് പുനരുദ്ധരിക്കും. യേശുവിന്റെ ശരീരമാകുന്ന ആലയത്തെ കുറിച്ചാണ് ആ പറയുന്നത്. അപ്പൊ യേശുവാകുന്ന ആലയം, ദൈവപിതാവ് നമുക്കായി പണിത സാക്ഷാൽ ദേവാലയം യേശുവാണ്. ഈ യേശുവാകുന്ന ആലയത്തെ കുറിച്ച് പുതിയ ജെറുസലേം നഗരത്തിൽ ദേവാലയം കണ്ടില്ല. സർവശക്തനും ദൈവവും കർത്താവും കുഞ്ഞാടുമാണ് അതിലെ ആലയമെന്ന് വെളിപാട് 21:22. അപ്പോ ഇവിടെ എല്ലാം സൂചിപ്പിക്കുന്നത് ദൈവപിതാവ് നമുക്കായി പണിത ആലയം യേശുവാണ്. യേശുവിൽ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാനും ദൈവത്തോട് നമുക്ക് വ്യക്തിപരമായി ബന്ധപ്പെടാനും ദൈവത്തെ അനുഭവിക്കാനും ദൈവത്തെ ആരാധിക്കാനും എല്ലാത്തിനും വഴിയൊരുങ്ങുകയാണ്. അപ്പൊ ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന ദൈവപുത്രനായ യേശു ക്രിസ്തുവിലൂടെയുള്ള പുതിയ ഉടമ്പടിയിലേക്കാണ് ഈ ദാവീദിന്റെ ഉടമ്പടി വിരൽ ചൂണ്ടുന്നത്. മറിയത്തോട് പറഞ്ഞ മംഗളവാർത്തയിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതും ഇവിടെയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ദൈവം ദാവീദിനോട് ചെയ്ത ഉടമ്പടി യേശുവിന്റെ കുരിശിൽ ചിന്തിയ രക്തത്തിലൂടെ ശാശ്വതവും വ്യവസ്ഥകളില്ലാത്തതുമായ ഉടമ്പടി സ്ഥാപിച്ചത് വഴി നിറവേറി. യേശുവിന്റെ ഉത്ഥാനത്തിലൂടെ സകല മനുഷ്യ കുലത്തെയും സൃഷ്ടപ്രപഞ്ചത്തെ മുഴുവനും ദൈവത്തിൽ ഏകോപിപ്പിച്ചു. ദാവീദിന്റെ പുത്രനായ സോളമൻ പണിത ദേവാലയത്തിലല്ല, ദാവീദിന്റെ ഗോത്രത്തിൽ പിറന്ന യേശുവിലാണ് ദൈവജനം ഒന്നു ചേർന്ന് ദൈവത്തിന് യഥാർത്ഥ ആരാധന ഇന്നും അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൈവം നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് ഇമ്മാനുവേലായി തീർന്നതും സുസ്ഥിരമായ ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമാക്കിയതും എല്ലാം യേശുവിലാണ്. യേശുവിലാണ് ദൈവ മനുഷ്യ ബന്ധം ശാശ്വതമായി ഉറപ്പിക്കപ്പെട്ടതും. ഈ നിത്യമായ ഉടമ്പടിയെക്കുറിച്ച് പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിരുന്നു. ദൈവം വാഗ്ദാനം ചെയ്തതും പ്രവാചകന്മാർ മുൻകൂട്ടി അറിയിച്ചിരുന്നതും എല്ലാം യേശുവിൽ പൂർത്തീകരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നിന്റെ മക്കളിൽ ഒരുവൻ എനിക്കാലയം പണിയുമെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇതുവരെ പറഞ്ഞത് ദൈവം നമുക്ക് വേണ്ടി പണിത ആലയമായ യേശുവിനെ കുറിച്ച്. ദാവീദിനോട് ദൈവം പറഞ്ഞു, നിന്റെ മക്കളിൽ ഒരുവനെ ഞാൻ ഉയർത്തും, അവൻ ആലയം പണിയും. യേശു ദൈവ പിതാവിന് വേണ്ടി പണിത ആലയം സഭയാണ്. സഭാഗാത്രത്തിലെ അവയവങ്ങളാകുന്ന നാം ഓരോരുത്തരുടെയും ഹൃദയങ്ങളാകുന്ന ആലയങ്ങൾ. പരിശുദ്ധാമ്മയിലൂടെ മാലാഖ അറിയിച്ച വാർത്ത യേശുവിലാണ് പൂർത്തിയാക്കുന്നത്. ദൈവമാതാവിനോടുള്ള മംഗളവാർത്തയിലെ ചില പ്രധാന ചിന്തകൾ കൂടെ നമുക്ക് ധ്യാനചിന്തയ്ക്കായി മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകാം. ദൈവത്തിന്റെ വാഗ്ദാനങ്ങളും പ്രവാചകന്മാരുടെ പ്രവചനങ്ങളും യുഗങ്ങളുടെ പ്രതീക്ഷകളുമെല്ലാം യേശുവിന്റെ ആഗമനത്തോടെ ദൈവം നിറവേറ്റുകയാണ്. ആ മഹാരഹസ്യം മറിയത്തെ അറിയിച്ചപ്പോൾ ഇതെങ്ങനെ സംഭവിക്കുമെന്ന ന്യായമായ സംശയം മറിയം ദൂതന്റെ മുന്നിൽ തുറന്നു വെച്ചു. ഞാൻ പുരുഷനെ അറിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും എന്ന മറിയത്തിന്റെ സംശയത്തിന് മാലാഖ നൽകുന്ന മറുപടിയിലൂടെ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവത്തിനൊന്നും അസാധ്യമല്ല. സക്കറിയ സംശയം ചോദിച്ചപ്പോൾ ദൈവം ഒരു താൽക്കാലിക ശിക്ഷ കൊടുത്തു. എന്നാൽ മറിയം തന്റെ സംശയം ദൂതന്റെ മുമ്പിൽ തുറന്നു വെച്ചപ്പോൾ ദൈവം തന്റെ തിരുമനസ് വെളിപ്പെടുത്തി. ഇതെന്ത് വ്യത്യാസമല്ലേ? ഇതെന്താ ഇങ്ങനെ ദൈവം പക്ഷാഭേദം കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നവരുണ്ട്. യഥാർത്ഥത്തിൽ സക്കറിയ ദൈവഹിതം അറിയാനും വിശ്വസിക്കുവാനും കടപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ മറിയമോ യുവത്വത്തിലേക്ക് പ്രവേശിച്ച ഒരു ബാലിക. സക്കറിയ ദൈവത്തെ അവിശ്വസിച്ചു എന്ന് ദൈവദൂതന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നുമുണ്ട്. മാത്രമല്ല, പഴയ നിയമത്തിൽ നിന്നുള്ള ഉദ്ധരണികളോടെ വ്യക്തമായ വിശദീകരണത്തോടെയാണ് സക്കറിയായോട് ദൈവദൂതൻ സന്ദേശം അറിയിച്ചത്. ലൂക്ക് 1:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കുക. ദൈവം മുൻകൂട്ടി അറിയിച്ചിരുന്ന കാര്യമാണ് സ്നാപ യോഹന്നാന്റെ ദൗത്യവും അവന്റെ ജനനവുമൊക്കെ. സക്കറിയ ഇത് അറിയേണ്ടതായിരുന്നു. മറിയം ഇതെങ്ങനെ സംഭവിക്കുമെന്ന അവളുടെ ന്യായമായ സംശയം ദൈവ തിരുമുമ്പിൽ തുറന്നു വെച്ചു എന്ന് മാത്രം. തുടർന്നുള്ള അവളുടെ സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ വാക്കുകളിൽ നിന്ന് അവളുടെ വിശ്വാസത്തിന്റെ ആഴങ്ങൾ വെളിപ്പെടുകയും ചെയ്യുന്നു. മറിയം പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കെന്നിൽ നിറവേറട്ടെ എന്ന് മറിയം സമർപ്പിച്ച നിമിഷം മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്ത, മനുഷ്യയുക്തിക്ക് അതീതമായ ഒരു രഹസ്യം അവളെ ആവരണം ചെയ്തു. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ ആവസിച്ചു.
വചനം അവളിൽ മാംസം ധരിച്ചു. അങ്ങനെ പ്രപഞ്ച സൃഷ്ടാവ് ലക്ഷ്യം വെച്ചതും മനുഷ്യന്റെ പാപം മൂലം നഷ്ടമാക്കിയതുമായ ജീവന്റെ സമൃദ്ധിയാകുന്ന രക്ഷാകര സൗഭാഗ്യം മനുഷ്യന് കരഗതമാകുന്നതിന് മറിയത്തിന്റെ സഹകരണത്തിലൂടെ ഇടയായി. അന്നത്തെ പശ്ചാത്തലത്തിൽ തനിക്ക് വരാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഒന്നും ചിന്തിക്കാതെ ഉടനടി ഇപ്രകാരം ഒരു സമർപ്പണം നടത്തുവാൻ ഇത്രയും ചെറുപ്പത്തിൽ മറിയത്തിന് എങ്ങനെ കഴിഞ്ഞു? ഒരു യുവതി വിവാഹിതയാകുന്നതിനു മുമ്പ് ഗർഭിണിയായി കാണപ്പെട്ടാൽ പരസ്യമായി നിർത്തി കല്ലെറിഞ്ഞു കൊല്ലും. ഖുറാന്റെ 3-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത് മറിയത്തിന്റെ അമ്മ ഇമ്രാനിലെ സ്ത്രീ അവളെ ഗർഭത്തിൽ വെച്ച് തന്നെ ദൈവത്തിനായി സമർപ്പിച്ചു. മറിയത്തിന് ബാല്യം മുതൽ തന്നെ താൻ ദൈവത്തിൻ്റെതാണെന്ന ബോധ്യമുണ്ടായിരുന്നു എന്നും ഖുറാനിൽ നിന്ന് തെളിയുന്നു. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ ദൈവത്തിന് പരിപൂർണമായി ദൈവതിരുഹിതമനുസരിച്ച് സമർപ്പിക്കാനും ഒക്കെയുള്ള അമ്മമാരുടെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് നല്ലതാണ്, അത്യാവശ്യമാണ്. ദൈവം മനുഷ്യന്റെ മുന്നിൽ വന്ന് വലിയ രക്ഷാകരമായ സദ്വാർത്ത അറിയിച്ച നിമിഷം ഒരിക്കലും മനുഷ്യ ചരിത്രത്തിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ മംഗളവാർത്ത ത്രികാല ജപമായി ദിവസം 3 പ്രാവശ്യം ത്രികാല ജപം ചൊല്ലുന്നത്. എല്ലാ കുടുംബങ്ങളിലും സന്ധ്യാസമയത്ത് ത്രികാല ജപം ചൊല്ലാൻ മറക്കരുത്. പ്രത്യേകിച്ച് അമ്മമാര് അല്ലെങ്കിൽ പെൺകുട്ടികൾ ഇതിന് നേതൃത്വം എടുക്കണം. ചില പ്രധാനപ്പെട്ട ചിന്തകൾ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ. 1. ദൈവപിതാവ് നമുക്കായി പണിത ഭവനം ദൈവപുത്രനായ യേശുവാണ്. മനുഷ്യ ഹൃദയങ്ങളാണ് പുത്രൻ പിതാവിനായി പണിത ദേവാലയം. ഒപ്പം സഭാ സമൂഹവും. മനുഷ്യ ഹൃദയങ്ങളും സഭാ സമൂഹവും. 2. പരിശുദ്ധ മറിയത്തിന്റെ സമർപ്പണ ഭാവം സ്വന്തമാക്കി രക്ഷകനെ സ്വീകരിച്ചനുഭവിക്കാനും ലോകത്തിന് നൽകുന്നതിനും ആഗ്രഹിച്ചു പരിശ്രമിക്കാം. സ്വയം സമ്പൂർണമായി സമർപ്പിക്കാം. 3. പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും ചേർന്ന് സർപ്പത്തിന്റെ തല തകർക്കാം. നമുക്ക് സാത്താന്റെ തന്ത്രങ്ങളെ തകർക്കാം. 4. മനുഷ്യ ചരിത്രത്തെ രക്ഷാ ചരിത്രമാക്കാൻ ദൈവത്തോട് സഹകരിച്ച സക്കറിയ, എലിസബത്ത്, സ്നാപയോഹന്നാൻ, പരിശുദ്ധ മറിയം, വിശുദ്ധ ഔസേപ്പ് പിതാവ് ഇവരെക്കുറിച്ച് ധ്യാനിക്കുകയും അവരെ പോലെ രക്ഷിക്കുക എന്ന സ്വർഗീയ വേലയിൽ നമുക്ക് പങ്കുകാരാവുകയും ചെയ്യാം. അങ്ങനെ ദൈവത്തിന്റെ രക്ഷാകരമായ സമാധാനവും ആനന്ദവും ഇന്ന് നാം ജീവിക്കുന്ന സാഹചര്യത്തിൽ സകലർക്കും അനുഭവവേദ്യമാക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, പരിശ്രമിക്കാം. സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. ആമേൻ.